സോ ഗൈസ് എ ആർ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നോമിനേഷനിലാണ് പോകാനുള്ളത്. നോമിനേഷനിൽ നിന്ന് മുക്തി നേടിയ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ മുക്തി നേടിയിട്ടുണ്ട്, പിന്നെ ജിൻഡോ മുക്തി നേടിയിട്ടുണ്ട്, കൂടാതെ തന്നെ അർജുൻ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവർ 3 പേര് വന്നാൽ പോലും അല്ലെങ്കിൽ ഇവന്മാർ ഓൾറെഡി സേഫ് ആവും. ഞാൻ പറഞ്ഞു, ജിൻഡോ എന്ന വ്യക്തി നോമിനേഷനിൽ എല്ലാ നോമിനേഷനും വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അതിൻ്റെ അകത്തുള്ളവർക്ക് മനസ്സിലായി ജിൻഡോ എന്ന വ്യക്തി അതിൻ്റെ അകത്ത് വന്നാൽ പോലും ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജിൻഡോ ഇനിയും നിൽക്കുമെന്ന്. കാര്യം ജിൻഡോയെ ഒരുപാട് പ്രാവശ്യം ജിൻഡോ വന്നിട്ടുണ്ട്, ജിൻഡോ അതുപോലെ സേഫ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സിജോയാണ്. സിജോ നോമിനേഷനിൽ വന്ന് അപ്പം വന്നാലും ഓൾമോസ്റ്റ് സിജോ സേഫാവും. സിജോയ്ക്ക് നല്ല പുറത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സിജോയും ഇപ്രാവശ്യത്തെ നോമിനേഷനില്ല, ലാസ്റ്റ് നോമിനേഷനാണ്. ഇനി നോമിനേഷൻ എന്നൊരു സംഭവമില്ല. അപ്പോഴത്തേക്കും എനിക്കൊന്ന് സിജോയെ അങ്ങനെ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല. സിജോ ക്യാപ്റ്റനാണ്, അതുകൊണ്ടാണ് പറ്റാത്തത് തന്നെ. സിജോയെ അതുകൊണ്ടായിരിക്കും ആരും നോമിനേഷൻ ചെയ്യാത്തത്, സിജോ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. കൂടാതെ ആകെ എന്ന് വെച്ചാൽ നോമിനേഷനിൽ വരാത്ത രണ്ട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനും ജിൻഡോയും മാത്രമാണ്. സിജോയ്ക്ക് ചെയ്യാൻ പറ്റില്ല, സിജോ ക്യാപ്റ്റനാണ് എന്നാണ് എൻ്റെ ഇത്. അപ്പോഴത്തേക്ക് ഇവർ 3 പേരുമാണ്. ഇവർ 3 പേരിലും 3 പേരാണ് ആകെ മുക്തിയുണ്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ എല്ലാ പേരും വന്നതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പേര് ഈ ആഴ്ച പോകും. ഈ ആഴ്ച ഒരു 3 പേര് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു 4 പേര്, 3 അല്ലെങ്കിൽ 4. കാര്യം ഇനി വോട്ടിങ്ങും ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോഴത്തേക്കും മാക്സിമം പറഞ്ഞു വിടാനേ നോക്കുകയുള്ളൂ. സോ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ആരൊക്കെ വന്ന് അവരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇനിയിപ്പോൾ അതിലുള്ള ആൾക്കാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാര്യം കഴിഞ്ഞ വീക്കിൽ വന്നിട്ട് വോട്ട് കൊണ്ട് നേടിയവരുണ്ട്, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇതിൽ പിന്നെയും വോട്ടിങ്ങിലൊന്നും കിടക്കും. അതിലിപ്പം ഒരുപാട് പേരുണ്ട്. സോ ഗൈസ്, അല്ലാതെ അതിൻ്റെ അകത്ത് ഹൈഡായിട്ട് നിന്ന കുറച്ച് പേരുണ്ട്, അവരിപ്പോൾ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ എത്ര പേര് പോകും, ഇനി എത്ര പേരുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആരുടെ ഫാൻസ് ആണെന്നും നിങ്ങൾ ഇനി ആർക്കാണ് വോട്ടിടാൻ പോകണമെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. കാര്യം വോട്ടിങ് ഇന്ന് രാത്രി 11:30 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും. 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഗൈസ്, അപ്പോഴത്തേക്കും നിങ്ങൾ ആർക്കാണ് വോട്ടാൻ പോകണമെന്നും കൂടെ നേരെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ ആരുടെ ഫാൻസാണ് അല്ലെങ്കിൽ ഫാനാണ്, അവരാര് നിൽക്കണമെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. കാര്യം ഇതെനിക്ക് അവസാനത്തെ വോട്ടിംഗ് എന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് ആഴ്ചയിൽ ലാസ്റ്റ് വോട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഇനി വോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾ ആര് നിൽക്കണം, ആര് ഡിസർവിങ് ആണ് ടോപ്പ് 5 പോകാൻ ആഗ്രഹങ്ങൾ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഈ ആഴ്ച ഒരു 3 പേര് അല്ലെങ്കിൽ 4 പേരൊക്കെ പോകും, ഉറപ്പാണ്, യാതൊരു മാറ്റമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു 4 പേര് പോകും, 3 പേര് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഞാൻ പറയുന്നു മിനിമം 3 പേരെങ്കിലും പോകും. കാര്യം ഇനിയിപ്പോൾ നിർത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാത്തിനും പറഞ്ഞു കൊടുക്കണം. കാര്യം ലാസ്റ്റ് ടോപ്പ് 5 അത്ര തന്നെ, അല്ലാതെ എല്ലാത്തിനെയും വലിച്ച് കുത്തിക്കയറ്റി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അവർ എല്ലാത്തിനും പറഞ്ഞ് വീട്ടിലേക്ക് തന്നെയാണ്. ഗെയിം കളിക്കാത്തവർ എൻ്റെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ. അതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഹൈഡായിട്ടൊക്കെ നിൽക്കുകയാണ്, വിളിച്ചു പിടിച്ച്. അങ്ങനെ ഇന്ന് എല്ലാവരെയും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഡിസർവിങ് ആയിട്ടുള്ളവരെ മാത്രം നിർത്തുക. ഞാൻ ഒരു ദിവസം തൊട്ട് ഇന്നേ ദിവസം വരെ അവരെന്ത് ചെയ്തു, അവർ ഗെയിമിങ്ങിൽ ഫിറ്റാണോ, അല്ലെങ്കിൽ ഗെയിം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, കണ്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, പുറത്ത് ജനങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് നോക്കി വേണം നിങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പം ഞാൻ ഇന്ന ആൾക്ക് വോട്ടിട്ട് എന്നാൽ എൻ്റെ വോട്ട് അവന് തന്നെ അങ്ങനെ പറഞ്ഞിടരുത്. സോ ഗൈസ്, എല്ലാ വോട്ടും ശ്രദ്ധിച്ച് തന്നെ ഇടണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരെ ജാസ്മിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. കാര്യം ഞാൻ ഈ ജാസ്മിൻ്റെ ഫോട്ടോ കഴിഞ്ഞ വീക്കിൽ ഞാൻ ജാസ്മിൻ്റെ ആദ്യമാണ് വെച്ചത്, അതുകൊണ്ടാണ് ജാസ്മിൻ്റെ ഫോട്ടോ മാറ്റാത്തത്. തന്നെ എൻ്റെ ലാപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ്റെ ഫോട്ടോ മാറ്റാത്തത്. സോ ഗൈസ്, ജാസ്മിൻ മിക്ക ആഴ്ചയിലും ജാസ്മിൻ വന്നിട്ടുണ്ട്. ജാസ്മിൻ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ നല്ല വോട്ടോടെയാണ് ജാസ്മിൻ മുന്നേറുന്നത്. ചില ഭൂരിഭാഗങ്ങളിൽ ഫസ്റ്റ്, ചിലപ്പോൾ സെക്കൻഡ്, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. ഒരിക്കലും തേർഡ് എന്ന ജാസ്മിൻ്റെ പൊസിഷൻ വന്നിട്ടില്ല. കാരണം അത്രത്തോളം ജാസ്മിന് കേരളക്കരയാകെ ഫാൻസ് ഉണ്ട്. കൂടാതെ തന്നെ ജാസ്മിൻ്റെ ഫാൻസ് എല്ലാവരും ഇന്ന് തന്നെ വോട്ടിട്ട് തുടങ്ങിക്കണം. 11:30 വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാസ്മിൻ ഫാൻസാണ് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ട് തകർക്കണം ജാസ്മിൻ എന്ന്. കൂടാതെ തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ടോപ്പ് 5 വരെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും എലിമിനേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ജാസ്മിൻ തരണം ചെയ്ത് വന്നിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിന് പുറത്ത് നല്ല ഫാൻസും അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടും ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാര്യം മിക്ക നോമിനേഷനും ജാസ്മിൻ വരുന്നുണ്ട്. കൂടാതെ അത് ജാസ്മിൻ തരണം ചെയ്ത് പോകുന്നുണ്ട്. കാരണം ജാസ്മിൻ അതിനനുസരിച്ച് ഗെയിമും കാര്യങ്ങളും അതിനകത്ത് കളിക്കുന്നുണ്ട്. ജാസ്മിൻ ഫാൻസ് എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ട് തകർക്കണം. നിങ്ങൾ 11:30 ആകുമ്പോൾ നിങ്ങളുടെ ടൈമിംഗ് ആണ്. നേരെ ഒന്നും നോക്കേണ്ട, ജാസ്മിൻ വോട്ടിട്ട് തകർത്തോണം. 11:30 ആകുമ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നിങ്ങൾ വോട്ടിട്ട് അങ്ങ് കയറി അങ്ങ് മേഞ്ഞോണം. ഓക്കെ. സോ ഗൈസ്, ജാസ്മിൻ ഫാൻസ് തകർത്തു. സെക്കൻഡ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വോട്ടിംഗ് തന്നെയാണ്. ഞാൻ അഭിഷേകിൻ്റെ ഫോട്ടോ ഞാൻ മാറ്റിയിട്ടില്ല, എൻ്റെ ലാപ്പിൽ അതുപോലെ കിടക്കുകയാണ്. അഭിഷേകും കഴിഞ്ഞ വീക്കിൽ വന്നായിരുന്നു. കഴിഞ്ഞ വീക്കിൽ അഭിഷേക് വന്നപ്പം അഭിഷേകിൻ്റെ സ്ഥാനം 3-ാം സ്ഥാനമായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയും അഭിഷേക് 3-ാം സ്ഥാനമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ച അഭിഷേകിനെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. കാര്യം അഭിഷേക് ഒരു നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഫിസിക്കലി മെൻ്റലി പിന്നെ ആരുടെ സംസാരിച്ച് നിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിനെ കൊണ്ട് പറ്റുന്നതാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അഭിഷേക് ടോപ്പ് 5 വരേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അഭിഷേക് ഫാൻസ് എല്ലാവരും വരേണ്ടതാണ്. കൂടാതെ അഭിഷേകിൻ്റെ ചില ഗെയിമുകളൊക്കെ പുറത്ത് പോയവരെ കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും
ചിലപ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കും. ഈ ഗെയിമിൽ സെൻറ്റിമെൻറ്റിലോ അങ്ങനത്തെ ഒന്നുമില്ല. കാര്യം നമ്മൾ ഒരാളെ എന്ന് വെച്ചാൽ താഴ്ത്തണം, ഏത് രീതി ഉപയോഗിക്കാം, മാർഗമല്ല പ്രധാനം ലക്ഷ്യമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അഭിഷേകിൻ്റെത്. അഭിഷേക് അങ്ങനത്തെ രീതിയിൽ ഗെയിം കളിക്കട്ടെ, നമുക്ക് അങ്ങനെ തന്നെ കാണാം. ഇന്ന് 11:30 അഭിഷേക് ഫാൻസ് എല്ലാവരും കയറി ഹോട്ട്സ്റ്റാർ കയറി വോട്ടിട്ട് തകർത്തോണം. അഭിഷേകിന് 11:30 വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് മറക്കണ്ട, അഭിഷേക് ഫാൻസ് എല്ലാവരും 11:30 ഹോട്ട്സ്റ്റാർ ഓണാക്കി വെച്ചു. സോ നെക്സ്റ്റ് വേറെ ആരുമല്ല, ഇന്നലെ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്ന അതേ ആളാണ്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല, അതേ ഫോട്ടോ തന്നെയാണ് ഞാൻ പിന്നെയും വെച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല, ഋഷി കഴിഞ്ഞ ആഴ്ച എങ്ങനെയെങ്കിലും മുടിനാടിലേക്ക് നമ്മൾ പറയുമല്ലോ, തലനാടിലേക്ക്, അങ്ങനെയാണ് ഋഷി രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ വന്നെങ്കിൽ പോലും ഋഷിക്ക് ഒരു ലൈഫ് കിട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഋഷിക്ക് ഇപ്പം ടിക്കറ്റ് ഫിനാലയിലേക്കുള്ളൊരു ബോണസ് പോയിന്റ് കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള ഗെയിം ഋഷി നല്ലപോലെ കളിച്ചു കഴിഞ്ഞാൽ ഋഷിക്ക് ഈ നോമിനേഷനിൽ നിന്ന് തന്നെ മുക്തി നേടി ടോപ്പ് 5 തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ IPL കാണുമ്പോൾ കണ്ടിട്ടില്ലേ, IPL നമുക്ക് ഒരു ടീമിന് ജയിക്കേണ്ടത് 14 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫൈനലിലോട്ട് പോകും. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ 14 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കയറാം. അതുപോലെയാണ് ഋഷി. എല്ലാവരും വരും മുന്നേ വേണമെങ്കിൽ ഋഷിക്ക് ആദ്യം തന്നെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഋഷി ആദ്യം തൊട്ട് ഇതുവരെ യാതൊരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഋഷിയെ കുറിച്ച് ഇത് പറയാന്ന് വെച്ചാൽ വലിയ ഗെയിമും കാര്യങ്ങളൊന്നും ഋഷി ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഗെയിമോ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഞാൻ പുറത്ത് ഋഷിയുടെ പേരിൽ ആരും ചർച്ച ചെയ്തിട്ടില്ല. ആ ഡാൻസ് പോലും വലിയ രീതിയിലുള്ള ചർച്ചയോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സോ ഗൈസ് എന്തായാലും ഋഷി ഫാൻസ് 7 വർഷമായിട്ട് നിങ്ങൾ കാണാനല്ലേ വോട്ടിടുക. സോ നെക്സ്റ്റ് നമുക്ക് കാറിൻ്റെ അകത്തേക്കാണ് പോകാൻ പോകുന്നത്. 3 മുഖമാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഏതാണ്, കാറിൻ്റെ അകത്തുള്ള താടിയൊക്കെ വെച്ചുള്ള മുഖം. പിന്നെ വന്നപ്പം സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെയായി. പിന്നെ അടുത്ത് സീക്രട്ട് ഏജൻറ്റ് മീശയൊക്കെ എല്ലാം വെട്ടിയിട്ട് സൂര്യകുമാർ യാദവായി മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഒരു ഗെയിം ഇതുവരെയും സായി എടുത്തിട്ടില്ല എന്നതാണ് പറയുന്നത്. സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗെയിം ചെയ്തിട്ടില്ല, ഞാനൊരു നല്ലൊരു മനുഷ്യനായി, എനിക്ക് ഭയങ്കര അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ. പക്ഷേ സായി നിൽക്കും, സായി ടോപ്പ് 5 വരെ പോകും. എനിക്കൂടെ സായി ഇനി ഈ ആഴ്ച തൊട്ട് കളം മാറ്റി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം സായിക്ക് ഇനിയും പറ്റും. കാര്യം സായി കാറിൻ്റെ അകത്തിരുന്ന് എല്ലാവരും വലിച്ചു കീറുന്ന സായിക്ക് അതിൻ്റെ അകത്തിരുന്ന് എല്ലാവരും വലിച്ചു കീറാൻ നിസ്സാരം പോലെ പറ്റും. പക്ഷേ സായി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സായി, എനിക്ക് സിജോ പറഞ്ഞ പോലെ എല്ലാവരുടെയും വീക്ക് പോയിന്റ് സായി മനസ്സിലാക്കി വെച്ചായിരിക്കും. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സായി കയറി മേയും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാര്യം അത്രത്തോളം എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് സായി എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ്. സായി ഒരു നല്ലൊരു ഗെയിമർ തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. സോ ഗേസ് സായി ഫാൻസ് എല്ലാവരും 11:30 വോട്ട് ഇടുക. സായി ഫാൻസ് ഉണ്ടോ എങ്കിൽ കമൻറ്റ് ഇടുക. സോ ഗേസ് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആൾ ആരായിരിക്കും? അടുത്ത ആള് അതുപോലെ സായിയുടെ കാറിൻ്റെ അകത്തിരുന്ന് സായിയുടെ ഭാര്യയും പിന്നെ മറ്റേ പുള്ളിക്കാരനെല്ലാം കൂടി വീഡിയോ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് 24/7 കാട്ടി അവർ കാറിൻ്റെ അകത്തിരുന്ന് 24/7 കറക്റ്റ് അപ്ഡേറ്റ് ഫേസ്ബുക്കിൽ കൊടുത്ത് അവരും അതുവഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഹൈഡായി അതിൻ്റെ അകത്ത് വലിയ വോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നോമിനേഷൻ വരാതെ ഒളിച്ച് നടന്ന കുട്ടിയെ പിടിയിട്ടിട്ടുണ്ട്. നോറയാണ്. നോറ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് പോയിന്റ് ചിലപ്പോഴൊക്കെയാണ് പറയുന്നത്, ചില സമയത്ത് പറയുന്നത് പോയിന്റ് പോലും അല്ല. ഇന്നലെ സിജോയും നോറയും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കുക എന്നാണ് അതിൻ്റെ ടോക്ക്. അതിൻ്റെ പേര് പോലും മനസ്സിലാക്കിയില്ല. പരസ്പരം സംസാരിക്കണം. ഇതാണെങ്കിൽ നോറ 1ാം ദിവസം തൊട്ട് ഇന്നേ ദിവസം വരാ ഞാൻ പറയട്ടെ അതല്ല ഞാൻ പറയട്ടെ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയാണ് ലാസ്റ്റ് ബിഗ് ബോസ് വരെ പറഞ്ഞിട്ട് എന്തൊരു ഇത് അവന് പറയാൻ സമയം കിട്ടി. ഞാൻ കൊടുക്കാം ലാസ്റ്റ് തലപ്രാന്തെടുത്ത് ബിഗ് ബോസ് തന്നെ സൈറോ അടിച്ചിട്ട് ഇറങ്ങി പോടേന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൂടെ ഇറങ്ങിപ്പോയി. നോറ ഒരു എന്താ പറയുക, നോറ പലരും വിഷമിക്കുമ്പോൾ നോറ ചിരിക്കാറുണ്ട്. അത് നമ്മൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാര്യം നമുക്കൊരാൾക്ക് വിഷമം വരുമ്പോൾ മാറി നിന്ന് ചിരിക്കുന്നത് അതൊരു നല്ല വ്യക്തിത്വം അല്ല. പിന്നെ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി എന്തോ ഒരു കാർഡ് ഫാമിലി കാർഡ് അങ്ങനെ എന്തോ കാർഡ് എടുത്ത് ഫാമിലി കാർഡിനൊക്കെ എടുത്ത് ഇപ്പോൾ പുറത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ അവരെ അതിനു വേണ്ടി ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ നോറയുടെ ഗെയിമിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പറയുന്ന കറക്റ്റ് പോയിന്റാണ്. പക്ഷേ അത് പറഞ്ഞു വരുമ്പോഴത്തേക്കും 2 എപ്പിസോഡ് തീരും, ആർക്കും മനസ്സിലാവില്ല. അതാണ് യഥാർത്ഥ പോയിന്റ്. പക്ഷേ നോറ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് 11:30 നിങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നോറയെ നമുക്ക് മുന്നോട്ട് കൂടാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ തിരിച്ച് പറയുമ്പോൾ അതിൻ്റെ പോയിന്റായിട്ട് പറഞ്ഞ് തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ നോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ദിവസം തൊട്ട് അയ്യോ അങ്ങനല്ല അങ്ങനെയാണ് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് TV ഓഫ് ചെയ്ത് TV ആടി പൊട്ടിക്കാൻ തോന്നും ചില സമയത്ത് കറക്റ്റ് പോയിന്റ് പറയാറുണ്ട്. പിന്നെ ഈ ജാസ്മിന് നന്ദന എന്ന വ്യക്തി വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ നോറ മാറിയിരുന്ന് ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ അത് നോറയ്ക്ക് ഒരു മനസ്സുഖം കിട്ടാനോ അല്ലെങ്കിൽ മനഃശാന്തിയോ അങ്ങനെ എന്തുണ്ടല്ലോ മനഃശാന്തി കിട്ടാനോ
അതിന് വേണ്ടിയായിരിക്കാം. പക്ഷേ നോറ പറയുന്നത് ഞാൻ ചിരിച്ചില്ല എന്ന്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നോറ മരണ ചിരിയായിരുന്നു, കിടന്ന് ചിരിയായിരുന്നു. മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഡൗൺ ആകുമ്പോൾ പുറത്ത് നിന്ന് ചിരിക്കുന്നത് കാണുന്നത് നല്ല ഗെയിമോ കാര്യങ്ങളൊന്നും അല്ല. അല്ലെങ്കിൽ പറയണം. നോറ എന്ന വ്യക്തി 1-ാം ദിവസം തൊട്ട് ഒരു 30 ദിവസം വരെ കരച്ചിലായിരുന്നു. പിന്നെ ഒരു 20 ദിവസം എന്തൊക്കെ കാണിച്ചു, പിന്നെ ലാസ്റ്റ് 20 ദിവസമായപ്പോൾ വേറെ എന്തോ ഒരു കാർഡ് എടുത്തിട്ട് യെസ് ഇതാണ് ആ കാർഡ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പേര് റെപ്രസെൻറ്റ് ചെയ്താണ് വന്നത്. ഒരുപാട് പേര് വീടിൻ്റെ അകത്തിരിക്കുള്ളവരെല്ലാം അവർ പുറത്തിറങ്ങി ലോകം കാണണമെന്ന് പറഞ്ഞ് നോറ അടുത്ത കാർഡ് ഇട്ട്. പിന്നെ പറയുകയാണ് അതിൻ്റെ അകത്തുള്ളവരെല്ലാവരും ആദ്യം പറയുകയാണ് ജാസ്മിൻ അങ്ങനെയല്ല. പിന്നെ ഇവർ നോറയാണ് എല്ലാം പറഞ്ഞത്. നോറ പറയാണ് ജാസ്മിനും ഞാനും പുറത്തു നിന്നെല്ലാം പ്ലാൻ ചെയ്തതെന്ന്. എൻ്റെ നമ്പർ എങ്ങനെ നോറ തന്നെയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞത്. കാര്യം എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി ജാസ്മിന്, എന്നെ വിളിച്ചതിന്. അപ്പോൾ തന്നെ നമുക്ക് മലയാളികൾ എന്ന നിലയിലും ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറാഹാരമാണ് കഴിക്കണം. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഇവർ പുറത്ത് നിന്നൊരു പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്ന്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം നോറ തന്നെ പറയാണ് ജാസ്മിൻ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി. അപ്പം നമുക്ക് ചിന്തിക്കുന്ന കാര്യമേ ഉള്ളൂ, ഇവർ തമ്മിൽ പുറത്തുനിന്ന് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർക്ക് കപ്പടിക്കണം. കാര്യം എങ്ങനെ പോലും 50 ലക്ഷം രൂപ ഇവർ പരസ്പരം നിന്നാൽ പോലും 25 വെച്ച് ഈക്വലായിട്ട് എടുക്കാം. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്താൽ മതി എന്ന് തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം നോറ ഫാൻസ് 11:30 കാത്തിരിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് പോകാം. ആരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റ് കാർഡ് എൻട്രി വന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന 2 പേരിൽ ഒരാൾ നന്ദനി അഭിഷേകമാണ്. നന്ദനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ വന്ന സ്റ്റെപ്പിൽ അപ്പോൾ ഒരു വലിയൊരു കാട്ടുതീയായിരുന്നു. എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട് കിടന്ന് പുള്ളി. ഇപ്പം ഈ വൈറ്റ് കാർഡ് എൻട്രി വഴി വന്ന് നന്ദനെ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പുറത്തുനിന്ന് ഗെയിം കളിക്കാൻ നന്ദൻ വന്നു. അപ്പോൾ നന്ദനൊക്കെ അറിയാം ഈ ജാസ്മിൻ ആയാലും ജിൻഡോ ആയാലും എവിടെ അടിച്ച വീട് വന്നേ. അത് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത് വലിയ ന്യായമായിട്ട് എനിക്ക് വലിയ കാര്യം തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും വൈറ്റ് കാർഡ് എൻട്രിയിൽ നിലനിൽക്കുന്നത് നന്ദന, അഭിഷേക്, സായി, ഇവർ 3 പേരുണ്ട്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. നന്ദനെക്കുറിച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദന വന്ന സമയത്ത് എന്തൊക്കെ കാണുന്നത്, മുട്ടുകളെ പരസ്പരം ഇടിക്കില്ല. പ്രേമ സിനിമയിൽ അങ്ങനെ കാണിക്കുകയോ ഞാൻ പേടിച്ച് ഇന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ കുറേയൊക്കെ ക്യൂട്ട്നെസ് ആണോ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, കുറേ കാണിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ഒന്നും കാണാനില്ല. പിന്നെ എപ്പോഴും സായിയുടെ ഇവിടെ സംസാരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്തൊക്കെ പൊട്ടിത്തെറിക്കണതാണ്. ആ പൊട്ടിത്തെറിയിൽ കാര്യമില്ല, എന്തിനോ വെറുതെ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഫാമിലി വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ ഫാമിലി വരുമ്പോഴും ഈ പുള്ളിക്കാരാണ് ആദ്യം ഇറങ്ങി ഓടുന്നത്. പുള്ളിക്കാരി ക്യാപ്റ്റനാണ്, ഓക്കെ, അതൊക്കെ പുള്ളിക്കാരി ഇഷ്ടം. ഇറങ്ങി ഓടിയിട്ട് അയ്യോ എൻ്റെ വീട്ടുകാരല്ല എന്നാൽ ശരി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കൺസെഷൻ റൂമിൻ്റെ അകത്ത് ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, കൺസെഷൻ റൂമല്ല, മറ്റേ ഫുഡൊക്കെ കൊണ്ടുവരുമല്ലോ റൂമിൻ്റെ പേര് എന്ത് റൂം, ആ റൂമിൻ്റെ അകത്താണ് നന്ദന കയറിയത്. അപ്പം നന്ദനയുടെ വീട്ടുകാർ അതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ വരുമ്പോൾ നന്ദന ഓടുക, എൻ്റെ വീട്ടുകാരാണോ ഇങ്ങനെ ഓടുന്ന നന്ദന ആ റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ നന്ദനയുടെ വീട്ടുകാരാണ് നിൽക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്, നന്ദനയുടെ വീട്ടുകാരാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അയ്യോ നന്ദനയുടെ വീട്ടുകാരപ്പോൾ നമ്മൾ എന്താ വിളിക്കേണ്ടത്, വീട്ടിലുള്ളവരെ കാണുമ്പോൾ അവർ പേരാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ നന്ദന അമ്മയും ചേച്ചി ആരാണെന്ന്. അപ്പോൾ നന്ദന വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഒന്നിക്ക് അമ്മ അല്ലെങ്കിൽ ചേച്ചി, ഇവർ 2 പേരാണ് വിളിക്കേണ്ടത്. നന്ദന ഇവർ 2 കണ്ടത് നന്ദന പുറത്തിറങ്ങി നിന്നിട്ട് സായി എന്ന് പറഞ്ഞ സായി വിളിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് നിങ്ങൾക്കെന്തെങ്കിലും മനസ്സിലാക്കി പറ. കാര്യം നന്ദന എന്നൊരു ഗെയിമറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗെയിമറും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നന്ദന. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം നന്ദനയായി മാറുക എന്ന് പറഞ്ഞില്ലേ, പരസ്പരം ആൾക്കാർ എന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന് പറയുമ്പോൾ നന്ദന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷേ നന്ദന കുറച്ചുകൂടെ പാവം ഒരു കൊച്ചു പെണ്ണാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഓട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തന്നെ നന്ദന ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാര്യം എല്ലാത്തിനും കയറി അങ്ങ് ചാടിക്കയറി നിൽക്കും. എല്ലാം ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു ടീച്ചറാണ്, നിങ്ങൾ ടീച്ചറൊന്നുമല്ല, ഞാനൊരു ഹെഡ് മാസ്റ്ററാണ്, നിങ്ങളെല്ലാം സ്റ്റുഡൻ്റാണ്, എല്ലാം എൻ്റെ കയ്യിലാണ്, ഞാൻ ജയിപ്പിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര തൻ്റെ ഇടത്തുള്ള നല്ലൊരു കുട്ടിയാണ് പുള്ളിക്കാരി. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളിക്കാരി ആദ്യമൊക്കെ വന്ന സമയത്ത് അതേ ഒരു തീയിൽ നിന്നതേ കൊള്ളായിരുന്നു. പിന്നീടായപ്പോൾ പോയി ലാലേട്ടൻ വരെ ഊക്കി വിട്ട്. ലാലേട്ടൻ അങ്ങനെ ഒന്നുമില്ല, എന്നെ കയറി ചൊറിഞ്ഞ് ഞാൻ കയറി മാന്ത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് ആരെങ്കിലും അയാൾ പോയി വാന്തിക്കോ, അയാൾ ചൊറിഞ്ഞ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്നെ 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 ആദ്യമൊക്കെ വന്ന് തീയൊക്കെ അണഞ്ഞ് ഇപ്പോൾ നന്ദന ഒരു സൈഡിലായി ഇരിപ്പ് തുടങ്ങിയിട്ട് നന്ദന തന്നെയാണ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് എനിക്ക് വീട് വയ്ക്കണം, ഞാൻ ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് നന്ദന തന്നെയാണ് മറ്റേ പോയിന്റ് ടേബിളൊന്നും പറയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ വേണം, എനിക്ക് വീട് വയ്ക്കണമെന്ന്. അപ്പോഴാണ് ജാസ്മിൻ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത്, നിനക്ക് എന്താ വേണ്ടത്, ഇതുപോലെ വീട് പണപ്പെട്ടി എന്നാൽ നീ പോകുമല്ലോ, പിന്നെ നിനക്ക് തന്നെ ഈ പോയിന്റ് ടേബിൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പോയിട്ട് അവിടെ കിടന്ന് വിളിച്ച് മെഴുകുക. അവിടെ കിടന്ന് മെഴുകിട്ട് പറയുക, ബിഗ് ബോസേ, പ്രേക്ഷകരെ, ജനങ്ങളെ, കേരളക്കരയാകെ നിങ്ങൾ കാണുക, നന്ദനെ എല്ലാവർക്കും പേടിയാണെന്ന്. അയ്യോ
നന്ദന എല്ലാവർക്കും നന്ദന ആർക്കാ പേടി? എനിക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ അകത്തുള്ള ആൾക്ക് എനിക്ക് തോന്നുന്നു പേടിയുണ്ടെന്ന്. നീ തന്നെ ഈ പുള്ളിക്കാർ തന്നെ സ്വയം വിലയിരുത്തുക. എന്നെ എല്ലാവരും പേടിക്കണം, ഞാൻ അങ്ങനെയാണ്, ഞാൻ കടിക്കും എന്ന് പരസ്പരം എന്തല്ലാതെ എല്ലാം എന്തൊക്കെയോ വിളിച്ച് കൂവിയിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ്. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഈ ആഴ്ച കൂടെ കാണാം. നന്ദന നിൽക്കുമോ ഇല്ലേ, പോകുമോ ഇല്ലേ എന്ന്. ഈ ആഴ്ച 3 പേരൊക്കെയാണ് പോകുന്നത്. നന്ദനയ്ക്ക് വോട്ടിട്ട് കഴിഞ്ഞ് നന്ദനെ ഫസ്റ്റ് കൊണ്ടുവരാം. നന്ദനൊന്നും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരാത്തത്, വോട്ടിങ്ങിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ വോട്ടിംഗ് പൂളും ജനങ്ങളുടെ വിധിയും നമുക്കറിയാം. നന്ദനെ നിൽക്കുമോ ഇല്ലയോ പോകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടതെന്നും കൂടെ കമൻറ്റ് ഇടുക. നിങ്ങൾ ആർക്കാണ് വോട്ടിടാൻ പോകണമെന്ന് കമൻറ്റ് ഇടുക. ഇത്രയും പേരെ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് വരാൻ പോകുന്നത്. ഇവർക്ക് ആർക്കാണ് നിങ്ങൾ ഭൂരിഭാഗം വോട്ടും ഇടുന്നത് കാര്യം അവരുടെ പേരുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കമൻറ്റുകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓൾമോസ്റ്റ് ഇവരായിരിക്കും ടോപ്പ് 5 അകത്ത് പോകാൻ പോകുന്നത്. കാര്യം ഇത് ലാസ്റ്റിൽ നോമിനേഷനാണ്, ഇനിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റ് ബുദ്ധിപരമായാണ് നീങ്ങിയത്. സിജോയെ ആർക്കും നോമിനേഷൻ പറ്റില്ല. സിജോയെ ക്യാപ്റ്റനായതുകൊണ്ട് സിജോയ്ക്ക് ആരൊക്കെ പറ്റിയിട്ടില്ല. അഭിഷേകിന് പറ്റിയിട്ടില്ല. അഭിഷേക് ആരും വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് അഭിഷേകല്ല, അർജുനെയും ജിൻഡോയും. കാര്യം ഇവർ 2 പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഇറച്ചിയില്ല മണമല്ല എവിടെ വയ്ക്കുന്നു. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. 11:30 വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും വളരെ ജാഗ്രത രൂപയായി വോട്ടിടുക. ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ ചാനൽ കഴിഞ്ഞ വീക്ക് എടുത്ത് മനസ്സിലാകും. ഞാൻ കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അവരാണ് പുറത്തായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരാളാണ് പോകാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ട. സോ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യം സത്യമായി നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളാരും ഞാൻ വിടില്ല, ആരും പോട്ടെ എവിടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. സോ ഗൈസ്, 11:30 ആകുമ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് 11:30 വരാം. അതിന് മുന്നേ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സൂ.